തവളെ അംസന്റെ ചക്കന്റെ കല്യാണം പെരുങ്കല്യാണാണെന്നാ പറയുന്നത്. ആന്ന് ചിക്കൻ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാവല്ലോ. ചക്കന്റെ ആൾക്കാരൊക്കെ ചന്തി അട്ടി കൊടുക്കേ ഒറ്റ കുത്താൻ കുത്തിയാണ്ട് തുടങ്ങി നടക്കാട്. എല്ലാ കല്യാണ പേർക്ക് ഇപ്പഴാ പോണ്ട്. എന്താ ഈ നേരത്ത് പോയ ചോറ് കിട്ടൂലേ? കല്യാണ പേര് ചോറ് തീർന്നു, ബിരിയാണി മന്തിയൊക്കെ തീർന്നേക്കണു. എന്നിട്ടല്ലേ പോണ്ട്. ഓൻ പറയണ കല്യാണ പേരിൽ തന്തി മോനൊക്കെ പിരിഞ്ഞു പോയിക്കാതെ അവിടുന്ന്. അടച്ചവനെ കല്യാണമാണ് വിചാരിച്ചാണ്. ഇന്നലെ അന്തിക്ക് മുതൽ ഒരു സാധനം തിന്നു. അംസ പിന്നെ വലിയ നേഴ്ചയാക്കാൻ കല്യാണം നടത്താൻ നിൽക്കണോ? ഏരപ്പം കല്യാണ പേരേക്ക് പോയിട്ട് കാര്യമില്ല. അവിടെ ചോറ് തീർന്നോക്കണല്ലോ. എത്തൊക്കെ ഇവിടെ നടക്കണേ? കല്യാണ പേര് ചോറ് കഴിഞ്ഞോളോ എന്റെ ഒറ്റ കാരണത്താലാണ് ഈ കല്യാണത്തിന് ചോറിട്ടാൻ. ജംസനോട് കല്യാണത്തിനാ അനക്ക് ചോറിട്ടിയോ? ഞാൻ ഫസ്റ്റ് ട്രിപ്പിലായിരുന്നു. പടച്ച തമ്പുരാനെ കോയപ്പെടന്ന ഫസ്റ്റ് നൈറ്റ് അടക്കം കഴിഞ്ഞിക്കണോലോ. ഫസ്റ്റ് നൈറ്റ് ഓക്കെ കല്യാണ പേരീത്ത് അതേ ചാതിൽ കിട്ടണ ബിരിയാണി മന്തിയുള്ള കട ഉണ്ടെങ്കിൽ പറഞ്ഞ ഈ പെരുമ്പിലാവൻ കടിയില്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബുഹാരി റെസ്റ്റോറന്റ് കോഴിക്കോട്. ഞാൻ ഒന്നും നോക്കണ്ട. നിർക്കോളിയേ നീച്ചു പോതോർന്ന് കോടയൊക്കെ എടുത്തോ. നിർത്തെ ഒറ്റ മിനിറ്റ് പോട്ട് വണ്ടി പെരുമ്പിലാവക്ക്. കുൽമന്തിയാക്കി കുൽമന്തി അപ്പൊ ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് പെരുമ്പിലാവിലുള്ള ബുഖാരി റെസ്റ്റോറന്റിലാട്ടോ. ഹൈദരാബാദി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, കൊച്ചിൻ ബിരിയാണി, അത് മാത്രല്ല യമനി ഷവായ് മന്തി, അൽഫാം മന്തി, ഹണി ചില്ലി, പെരി പെരി, അഫ്ഗാനി പെപ്പർ, അൽഫാമിൽ തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഒന്നും നോക്കണ്ട, തൊള്ളൊക്കെ ചാതുള്ള സാധനങ്ങൾ പള്ള നിറച്ചും തിന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി നമ്മളെ പെരുമ്പിലാവിലുള്ള ബുഖാരി റെസ്റ്റോറന്റ്. ചെറുതും വലുതുമായ എല്ലാ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്ന കേട്ടോ.